ഹായ്, നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് NSMC തൃശ്ശൂർ റീജിയനിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെ ക്ലാസ് 10-ലെ വിന്നേഴ്സ് ഉണ്ട്. സോ അവരോട് എക്സാംസിനെ പറ്റി അല്ലെ അവരുടെ അംബീഷൻസിനെ പറ്റിയൊക്കെ നമുക്ക് ചോദിക്കാം. സോ നമ്മളുടെ NSMC ക്ലാസ് 10-ലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ മുഹമ്മദ് യാനിസ് ഇവിടെയുണ്ട്. സോ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയൂ. എവിടെയാണ് പഠിക്കുന്നത്, പേരെന്താണ്, ഏത് ക്ലാസ്സിലാണ്, നമ്മുടെ ഫൗണ്ടേഷനിലുള്ള കാര്യങ്ങളൊന്ന് പറയൂ. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് യാനിസ്. ഞാൻ മാള ഹോളി ഗ്രേസിലാണ് പഠിക്കുന്നത്. ലാസ്റ്റ് ഇയറാണ് ഞാൻ XNYയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ 10C4 എന്ന് പറയുന്ന ബാച്ചിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ സെക്കൻഡ് റാങ്ക് കിട്ടിയത് അഭിഷിക്തയാണ്. അഭിഷിക്ത ഒന്ന് ഇൻട്രോ പറയും. ഹലോ, എൻ്റെ പേര് അഭിഷിക്ത സി ഷാലിവാഹൻ. ഞാൻ പെരിങ്ങോട്ടേരിയിൽ നിന്ന് വരുന്നു. XNY സ്റ്റുഡൻ്റ് ആണ്. 10S5ലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ NSMC എക്സാം കഴിഞ്ഞു, നമ്മളെ റിസൾട്ട് വന്നു. സോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാൻ. സോ എക്സാമിനെ പറ്റിയുള്ളൊരു റിവ്യൂ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് യാനിസ്? എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ XNYയിൽ വരുന്ന കുട്ടികളായാലും നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യണത് ഈ എൻട്രൻസ് എക്സാംസ് ടൈപ്പ് എക്സാംസിലാണ്. അപ്പോൾ നമ്മൾ JEE ആയാലും നീറ്റ് ആയാലും NDA ആയാലും പല വഴികളുണ്ട്. അപ്പോൾ ഈ എക്സാംസിലൊക്കെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്കൂളിലെ ഒളിമ്പിയാഡ്സ് ആയാലും ഇങ്ങനത്തെ എക്സാംസ് ആയാലും അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ NSMC എക്സാമിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? NSMC എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് എഴുതിയൊരു ടെസ്റ്റ്? ഇന്നത്തെ എക്സാം ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല എക്സാം ആയിരുന്നു. പിന്നെ നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ ഈ എക്സാമിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ക്ലാസ്സിൽ മാത്രം പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് മൊത്തത്തിലൊരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത്. ഓക്കെ, സോ അഭിഷിക്തൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ എക്സാമിനെ പറ്റി തോന്നിയത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ ഞാൻ കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല എക്സാം ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു NSMC. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഓഫ്ലൈൻ ആയിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഓൺലൈൻ ആയപ്പോൾ കുറച്ചും കൂടി നന്നായി എഴുതാൻ പറ്റി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെന്താ, ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ എക്സാംസ് എഴുതുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇന്നത്തെ ടെസ്റ്റിന് ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ എക്സാമിന് ഏതായിരുന്നു ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഏതിലാണ് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളൊന്ന് പറയും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാത്സ് ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. പക്ഷേ മൊത്തത്തിലുള്ളൊരു സബ്ജക്റ്റ് ഫേവറേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഫിസിക്സ് ആയിരിക്കും. കാരണം അതിൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മളൊരു റിയൽ ലൈഫ് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അതിൽ. അതാണ് എൻ്റെ ഒരു മെയിൻ. യെസ്, അഭിഷിക്തൊക്കെ ഏതാണ് ഫേവറേറ്റ് സബ്ജക്റ്റ്? അതുപോലെ ഇന്നത്തെ ടെസ്റ്റിന് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്ന് പറയും. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോളജിയാണ്. അപ്പോൾ ഒരുവിധം ഏത് പരീക്ഷ നോക്കുകയാണെങ്കിലും ബയോളജിയിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ മാത്സ് ഫേവറേറ്റ് സബ്ജക്റ്റാണ്. കാരണം നമ്മളതിലൊന്നും കാണാപ്പാഠം പഠിക്കേണ്ടതില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണതും. പിന്നെ അമ്മ മാത്സ് ടീച്ചർ ആയതുകൊണ്ട് കുറച്ചും കൂടി ആ സൈഡിലേക്ക് ഒരു ചായ്വ് ഉണ്ടാവും അല്ലേ? ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ എല്ലാ എക്സാമിനും നമുക്കറിയാം 2-3 സബ്ജക്ട്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു മിനിമം മാർക്സ് ക്വാളിഫൈ ചെയ്യാൻ പറ്റണം. സോ അതിനുവേണ്ടി നമ്മൾ XNYൻ്റെ കോഴ്സ് എടുത്ത സമയത്ത് ഹെൽപ്ഫുൾ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ രണ്ടുപേരും 2 സിലബസ് ആണല്ലേ? യാനിസ് CBSEയിലാണ് പഠിക്കുന്നത്, അഭിഷിക്ത സ്റ്റേറ്റിലാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലേക്ക് ഉള്ള സബ്ജക്റ്റുകളെല്ലാം ഇതിൽ വന്നിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള നമ്മുടെ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഒന്ന് പറയും. നമ്മുടെ XNY കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഓരോ ചാപ്റ്ററിന് ശേഷം നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസും ഉണ്ട്, അതേപോലെ തന്നെ ടേം എക്സാംസും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ MCQs ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നെഗറ്റീവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചും ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എക്സ്പീരിയൻസ് നല്ലതാണ്. പിന്നെ സ്കൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും XNY പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിലുള്ള കാര്യങ്ങൾ നമുക്കതിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള അഡീഷണൽ കാര്യങ്ങളും നമുക്ക് അതിലൂടെ തന്നെ കിട്ടും. സോ അതാണ് എനിക്കൊരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളും കൂടെ അതിൻ്റെ ഒപ്പം വരുന്നതാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഒപ്പം ഇതും കൂടെ പോകുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. യെസ്, അഭിഷേകത്തേക്ക് എന്താണ് പറയാനുള്ളത്? സ്കൂളിൽ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിട്ടാണ് നമ്മൾ എക്സാംസ് എഴുതുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ചു പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും, എങ്ങനെയാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുമ്പോഴും പിന്നെ പെട്ടെന്ന് MCQs കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ XNY എന്ന് പറയുന്നത് അങ്ങനെയുള്ള എക്സാംസൊക്കെ എഴുതാനായിട്ട് നല്ലൊരു ചോയ്സാണ്. ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റും അതുപോലെ പ്രാക്ടീസ് സെക്ഷനും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്
എന്തായാലും ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ആദ്യമായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ എഴുതണോണ്ട് പ്രാക്ടീസ് ഉണ്ടാവുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. എളുപ്പമാണ്, നമ്മൾ എഴുതണതാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിൻ്റെ പേടി ഉണ്ടാവില്ല. നമ്മൾ പഠിക്കുമ്പോൾ സെറ്റാണ്. ഓക്കെ, ഇനി മുന്നോട്ട് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ എല്ലാ വർഷവും നമ്മുടെ മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒളിമ്പിയാഡ്സ് എഴുതാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതാറുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ND എഴുതാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 11th അവസാനമാകുമ്പോൾ നമുക്ക് ND എഴുതാൻ പറ്റും. അപ്പോൾ അതും ഒരു ആംബിഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ ആംബിഷൻ എന്ന് പറയുന്നത് JEE ആണ്. എനിക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. സോ യാൻസിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനാണ്. മാത്സ് ആൻഡ് ഫിസിക്സ് മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ JEE ക്രാക്ക് ചെയ്തിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പോകാനാണ് ഒരു ആംബിഷൻ. സോ അഭിഷിക്തയ്ക്ക് എന്താണ് ഒരു ഡ്രീമായിട്ട് വരുന്നത്? എനിക്ക് കുറച്ചും കൂടി താല്പര്യം മെഡിക്കൽ ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നീറ്റാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണേ. അപ്പോൾ ബയോളജി ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് +1 +2ൻ്റെ ഒപ്പം നീറ്റ് കോച്ചിങ് കൂടി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതുന്നുണ്ടല്ലേ? ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനിൽ തന്നെ നിങ്ങൾ MCQ ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് IOQM അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് എക്സാംസ് എഴുതുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ സയൻസോ മാത്സോ ഒളിമ്പ്യാഡ്സ് എഴുതിയിരുന്നോ? എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഇതുവരെ എഴുതിയതിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് എക്സാം ആയിരുന്നു, ടഫസ്റ്റ് എക്സാം ആയിരുന്നു? എന്താ തോന്നിയിട്ടുള്ളത്? ഒളിമ്പ്യാഡ്സ് സാധാരണ ഡിഫിക്കൽട്ട് ലെവലിലാണ് വരാറ്. ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഡിഫിക്കൽട്ട് തന്നെയാണ് അത്യാവശ്യം. സോ നമ്മൾ ഇപ്പോൾ നിങ്ങൾ 10ലാണുള്ളത്. സോ അടുത്ത വർഷം +1 നിങ്ങൾക്ക് നല്ലൊരു ചാൻസും കൂടെയാണ് സയൻസ് ഒളിമ്പ്യാഡ്സും മാത്സ് ഒളിമ്പ്യാഡ്സും എഴുതാൻ. ഇതുപോലെ തന്നെ മറ്റൊരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒളിമ്പ്യാഡ് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ CBSE സ്റ്റേറ്റ് 2 സിലബസാണ്. നിങ്ങളെ സ്കൂൾ എക്സാംസിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്? നിങ്ങൾ എക്സാം വൈ ഫൗണ്ടേഷൻ ചേരുന്നതിന് മുന്നേ ഇവിടെ മറ്റ് എക്സാംസ് എഴുതിയതിന് ശേഷം സ്കൂളിലെ എക്സാംസിന് ഉള്ളൊരു ഫീഡ്ബാക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എഴുതാനുള്ള ഒരു ഈസിനെസ് ഉണ്ടോ, പ്രോബ്ലംസോ കോൺസെപ്റ്റ്സോ മനസ്സിലാവാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയും? അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് സ്കൂളിലെ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ CBSE ഇപ്പോൾ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ MCQ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബോർഡ് എക്സാംസിന്. സോ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ MCQs ചെയ്ത് പഠിക്കണോണ്ട് തന്നെ നമുക്ക് അതൊരു ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ബോർഡ് എക്സാംസ് ആയാലും അതൊരു അഡ്വാൻറ്റേജ് നമുക്ക് തരും. MCQs പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിനേക്കാളും ഡിഫിക്കൽട്ടാണ് MCQ ക്വസ്റ്റ്യൻസ്. നമ്മൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ലോങ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആ 4 ഓപ്ഷൻസിൽ 1 മാർക്കേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ MCQ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ XNYയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് സ്കൂളിലും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ സ്റ്റേറ്റ് സിലബസ് എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനും സ്റ്റേറ്റ് സിലബസ് പഠിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് വരുന്നുണ്ടല്ലേ? സോ നമുക്ക് വളരെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളൂ. സോ ആ എക്സാംസിന് ഇത് ഹെൽപ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എഴുതാനുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഡിസ്ക്രിപ്റ്റീവ് എഴുതാന്ന് പറഞ്ഞാൽ സ്കൂൾസ് എക്സാം ഭയങ്കര എളുപ്പമാണ്. മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ എക്സാംസ് എഴുതി തുടങ്ങിയാൽ നമുക്കറിയാം അതിന് താഴെയുള്ള ഒരു എക്സാം നമുക്ക് എഴുതുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഒരു ഈസിനെസ് വരുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഒളിമ്പ്യാഡ് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏതൊരു എക്സാമും എഴുതും എന്നുള്ളൊരു സ്റ്റേജിലാണ്. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മളുടെ NSMCയുടെ തൃശ്ശൂർ റീജിയനിൽ 1st and 2nd റാങ്ക് ആണ്. സോ നമുക്ക് അടുത്തൊരു സ്റ്റേജ് വരുന്നുണ്ട്, അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എഴുതുക, മറ്റ് നിങ്ങളുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആൻഡ് താങ്ക് യു.